മക്കളെല്ലാവർക്കും നമസ്കാരം. ഓർഗാനിക് കെമിസ്ട്രിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് ആദ്യം നെയ്മിങ്ങിലേക്ക് പോകാം. നെയ്മിങ് എന്നൊരു ഭാഗമാണ് നമുക്ക് ആദ്യമായിട്ടുള്ളത്. നെയ്മിങ്. ഓക്കെ, ഉറപ്പായി 100% ഗ്യാരണ്ടിയാണ് ഒരു ക്വസ്റ്റ്യൻ നെയ്മിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. അതിന് ഞാൻ കുറെ എക്സാമ്പിളുകൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് കണ്ടുപിടിക്കുന്നു. നെയ്മിങ്ങിന്റെ എല്ലാ റൂൾസിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ ചെയ്യിപ്പിക്കുന്നു. അതിൽ ആദ്യത്തേതാണ്, എല്ലാം ഞാൻ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് വെച്ച് മാത്രമായിരിക്കും ഞാൻ ഇതിന്റെ അകത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നോക്കിയ മക്കളെ, ഒന്നാമത്തത് ഇതൊരു ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ആണ്, അല്ലെ? അപ്പോൾ ഇതിന്റെ പേര് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. പേര് കണ്ടുപിടിക്കുമ്പോൾ ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. ലോങ് ചെയിൻ, ഓരോ ജംഗ്ഷനും ഇത് ഓരോ ജംഗ്ഷനും എന്താണ്? ഓരോ കാർബൺ ആണ്. ഓർത്തുകൊള്ളണം, ഓരോ ജംഗ്ഷനും ഓരോ പോയിന്റുകളും ഇതെല്ലാം ജംഗ്ഷൻസ് ആണ്. അതെല്ലാം ഒരു കാർബൺ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ കാർബൺ അറ്റാച്ച് ചെയ്തതാണ് ലോങ് ചെയിൻ. മക്കളെ നോക്കിക്കേ, ഇതിന്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചെയിനുകൾ ഏതൊക്കെയാണ്? ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് വന്ന് മേപ്പോട്ട് പോകാം, അതൊരു ചെയിനാ. ഇവിടുന്ന് വന്ന് ഇങ്ങനെ വന്നൊരു ചെയിനാ. ഇവിടുന്ന് ഇങ്ങനെ വന്നൊരു ചെയിനാ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഏതാണ്? അത് കണ്ടുപിടിക്കുക. അത് 2 എണ്ണം ഉണ്ട്. 1, 2, 3, 4. മേപ്പോട്ട് എടുത്താൽ 5, ഇങ്ങോട്ട് എടുത്താലും 5. അപ്പൊ നമുക്ക് നേരെ കിടക്കുന്നത് ലോങ് ചെയിൻ ആയിട്ട് പരിഗണിച്ചാൽ ഈ മുകളിലേക്ക് പോയതിനെ ഞാൻ ബ്രാഞ്ച് ആക്കുന്നു. ഇതിനെ ഞാൻ ബ്രാഞ്ച് ആക്കുന്നു. ഓക്കെ, ഇതിനെ ഞാൻ ബ്രാഞ്ച് ആക്കുന്നു. ബ്രാഞ്ചിനെ തൽക്കാലം റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ബ്രാഞ്ച്, അതായത് ഈ മുകളിലേക്ക് പോയിരിക്കുന്ന വരെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ കാർബൺ ആണ്. ആ കാർബണിന്റെ പൊസിഷൻ നമ്പർ വേണം. നമ്മുടെ നിയമം എന്താ? ലീസ്റ്റ് നമ്പർ ആണ് പൊസിഷൻ നമ്പർ ആയിട്ട് വേണ്ടത്. ഇവിടുന്ന് എണ്ണുമ്പോൾ 1, 2, 3, 4 കിട്ടും. ഇവിടുന്ന് എണ്ണുമ്പോൾ 1, 2 കിട്ടും. ഏതാ എടുക്കേണ്ടത്? ലീസ്റ്റ് നമ്പറിലെ മക്കളെ എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എന്തോ വന്നില്ല, 2 എന്നാണ് നമുക്ക് പൊസിഷൻ നമ്പർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈഫൻ ഇടണം. ബ്രാഞ്ചിന്റെ നെയിമാണ് അടുത്ത പരിപാടി. ഒരു വര സൂചിപ്പിക്കുന്നത് മീഥൈലാണ്. അപ്പോൾ 2-മീഥൈൽ. ഓക്കെ, 2-മീഥൈൽ. ആകെ എത്ര കാർബൺ? 1, 2, 3, 4, 5. 5 കാർബൺ ആണ് വന്നതെങ്കിൽ അത് പെന്റൈൻ ആണ്, അല്ലെ? 2-മീഥൈൽ പെന്റൈൻ എന്നാണ് ഇതിന്റെ പേര് കിട്ടുന്നത്. മറ്റു പരിപാടികളൊന്നുമില്ല. അതോടുകൂടി അവസാനിക്കും. രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ, രണ്ടാമത്തതിൽ ഏതാണ്? ലോങ് ചെയിൻ എന്ന് കണ്ടുപിടിക്കണം, അല്ലെ? ലോങ് ചെയിൻ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്. ഇവിടെ എടുക്കാൻ പറ്റിയ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയ മക്കളെ. 1, 2, 3, 4, 5, 6, 7, 8 മുകളിലേക്ക് പോയാൽ അല്ലാതായാലോ 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ കൂടുതൽ കാർബൺ വരുന്നതാണ് ലോങ് ചെയിൻ. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് നമ്മൾ ഇത് ബ്രാഞ്ചാണ്, ഇത് ബ്രാഞ്ചാണ്. അത് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു റൗണ്ട് കൊടുക്കുന്നു, ഇവിടെ ഒരു റൗണ്ട് കൊടുക്കുന്നു. കണ്ടോ? ഇനി ഇതിന്റെയും പൊസിഷൻ നമ്പർ വേണം. രണ്ടിന്റെയും പൊസിഷൻ നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് നമ്പർ ആയിരിക്കണം. രണ്ട് സൈഡിൽ നിന്ന് നമ്പർ കൗണ്ട് ചെയ്ത് നോക്കുക. 1, 2, 3, 4. ഇതിനെത്ര കിട്ടി? 5. ഇതിനെത്ര കിട്ടി? 6. 5 + 6 11. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ 1, 2, 3. ഇതിന് 4, ഇതിന് 5. 4 + 5 9. ശരിയല്ലേ മക്കളെ? അപ്പോൾ ഏതാണ് ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 4 + 5 അല്ലേ ലീസ്റ്റ്? അത് ഇവിടെ നിന്ന് നമ്പർ ഇട്ടതാണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ നമ്പർ ഇടുമ്പോൾ ഇതിന് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6, 7, 8, 9. ഓക്കെ, ഇനി നമ്മൾ ബ്രാഞ്ചിന്റെ പേര് എഴുതുകയാണ്. ആദ്യം എഴുതേണ്ടത് എപ്പോഴും ഈഥയിലാണ്. ആൽഫബറ്റിക് ഓർഡറിൽ മീഥയിലും വന്നാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഈഥയിലാണ്. ഓക്കെ, അപ്പോൾ ഈഥയിൽ എഴുതുമ്പോൾ ഇതിന്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. 4- ഈഥൈൽ. വീണ്ടും ഹൈഫൻ, കാരണം ഇനി നമ്മൾ സംഖ്യയാണ് എഴുതാൻ പോകുന്നത്. ഒരു പേരിനും ഒരു സംഖ്യക്കും ഇടയിൽ ഹൈഫൻ ഉണ്ടായിരിക്കണം. ഇതിന്റെ നമ്പർ എത്രയാ മക്കളെ? 5-മീഥൈൽ. ഓക്കെ, 4-ഈഥൈൽ, 5-മീഥൈൽ. 9 കാർബൺ വന്നാൽ നൊണൈൻ, അല്ലെ? നൊണൈൻ എന്ന് കിട്ടും. 4-ഈഥൈൽ, 5-മീഥൈൽ, നൊണൈൻ. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ അതിലെ പരിപാടി. ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് നോക്കിക്കേ.
ചെയ്ത് പഠിക്കണേ മക്കളെ, ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ ഒരു വര സൂചിപ്പിക്കുന്നത് CN ആണ്. CN എന്ന് പറഞ്ഞാൽ സയാനോ അഥവാ നൈട്രൈൽ എന്ന് പറയും. നൈട്രൈൽ. ഇവിടെ CN എന്ന് പറഞ്ഞാൽ സഫിക്സ് ആണ്. CN-ന് 2 പേരുണ്ട്. അത് പ്രിഫിക്സ് ആയിട്ട് വരികയാണെങ്കിൽ സയാനോ, സഫിക്സ് ആയിട്ട് വരികയാണെങ്കിൽ നൈട്രൈൽ. ഇവിടെ ഇത് സഫിക്സ് ആണ്, കാരണം വേറെ ഒരാളും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് CN ഇവിടെ സഫിക്സ് ആണ്. സഫിക്സ് വന്നാൽ നമ്മൾ എഴുതേണ്ട പേര് നൈട്രൈലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് കാർബൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എണ്ണേണ്ടത്. ഇവിടെ ലീസ്റ്റ് നമ്പർ ഒന്നുമില്ല. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ, മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അതിന് ഏറ്റവും ലീസ്റ്റ് നമ്പർ കിട്ടണം. അപ്പോൾ ഈ കാർബണിന് 1 കിട്ടണം. ഇത് 1 ഇത് 2, 3, 4, 5. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? മീഥൈലല്ലേ ഇത്? ആ മീഥൈൽ എത്ര കിട്ടി മക്കളെ? 3 മീഥൈൽ. ഓക്കെ, 3 മീഥൈൽ എത്ര കാർബൺ ഉണ്ടാകെ? 1 2 3 4 5 വന്നാൽ വേഡ് റൂട്ട് പെന്റൈൻ എന്നാണ്. നമ്മൾ സാധാരണ പേരിന്റെ അവസാനത്തെ ഈ കളഞ്ഞിട്ടാണ് സഫിക്സ് ചേർക്കുന്നത്. എന്നാൽ നൈട്രൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിലായതുകൊണ്ട് 2 അടുപ്പിച്ച് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കളയാതെ നൈട്രൈൽ എന്ന് എഴുതുക. 3 മീഥൈൽ പെന്റൈൻ നൈട്രൈൽ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ക്ലിയർ ആയല്ലോ? ഡൗട്ട് വരുത്തില്ലല്ലോ? ഓക്കെ, അടുത്തത് നോക്കിക്കേ മക്കളെ. അടുത്തതിൽ എന്താ പ്രത്യേകത നോക്കണേ. നിങ്ങൾ ഇതിനെ ഞാനൊരു ജനറലൈസ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് തരുന്ന ഒരു കോമ്പൗണ്ടിൽ നോക്കിക്കോണം, ഇവിടെ ഇങ്ങനെ ഡബിൾ ബോണ്ട് ഓക്സിജൻ മാത്രമാണുള്ളത് എങ്കിൽ, ഡബിൾ ബോണ്ട് ഓക്സിജൻ മാത്രമാണെങ്കിൽ ഇത് CO എന്ന് പറയുന്ന കാർബണിൽ ഗ്രൂപ്പാണ്. CO മാത്രം വന്നാൽ, ഇവിടെ ഒരു H കൂടി വന്നാൽ നമ്മൾ ഇത് 3 കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ അത് CHO ആണ്. ആൽഡിഹൈഡ് വിഭാഗത്തിൽ വരും. ആലെന്ന സഫിക്സ് കൊടുക്കണം. ഇനി മക്കളെ ഇവിടെ ഒരു OH ആണ് വരുന്നതെങ്കിൽ മൊത്തത്തിൽ എന്തോ വരും? COOH. അത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഓയിക് ആസിഡ് എന്ന് കൊടുക്കണം. പിടികിട്ടിയോ? തെറ്റിപ്പോകരുത്. ഞാൻ ഒരുമിച്ച് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ, ഡബിൾ ബോണ്ട് ഓക്സിജൻ മാത്രമാണെങ്കിൽ ഇത് ഡബിൾ ബോണ്ട് ഓക്സിജനും ഇവിടെ H ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ്, ഡബിൾ ബോണ്ട് ഓക്സിജനും ഇവിടെ OH ഉണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡ്. ഇങ്ങനെ 3 സ്ട്രക്ചർ നിങ്ങൾക്ക് തരും. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഇല്ലാതെ ഇവിടെ OH തന്നാൽ അത് ഫീനോൾ. ക്ലിയർ? സോറി, ആൽക്കഹോൾ. ഫീനോൾ അല്ല, ആൽക്കഹോൾ. ഓക്കെ, അത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ബേസ് ചെയ്തായിരിക്കാം നമുക്ക് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവം? CHO ഇത് ഒരുമിച്ചൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അത് വന്നാൽ സഫിക്സ് എന്താ മക്കളെ? ആലെന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നിങ്ങൾ 1 നമ്പർ കൊടുത്തു. ഇത് 2, ഇത് 3. ഇത് ക്ലോറിനാണ്. 3ൽ ക്ലോറിൻ ഉണ്ട്. എന്താ പേര്? 3 ക്ലോറോ. ശരിയാണല്ലോ. ആകെ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ വന്നാൽ പ്രൊപ്പൈൻ. അതിന്റെ വേണ്ട, കളഞ്ഞിട്ട് ആൽ. 3 ക്ലോറോ പ്രൊപ്പനാൽ. പിടികിട്ടിയോ? നമ്മൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. CHO വന്നാൽ ലാസ്റ്റിൽ ആല് വരും. ഓക്കെ, ആകെയുള്ള കാർബൺ ഇതിന് 1 കൊടുത്തു. 2 3. ഇത് കാർബൺ അല്ല, ഇത് ക്ലോറിൻ ആണ്. 3ാമത്തെ കാർബണുമായി ക്ലോറിൻ. 3 ക്ലോറോ. 3 കാർബൺ വന്നാൽ പ്രൊപ്പൈൻ. കളഞ്ഞിട്ട് ആൽ, പ്രൊപ്പനാൽ. പിടികിട്ടിയല്ലോ? നെക്സ്റ്റ് നോക്കിക്കേ, ഇതിന്റെ ആൻസർ നോക്കിക്കേ മക്കളെ. ഇത് ഞാൻ നേരത്തെ വരച്ച് കാണിച്ചതിന്റെ കൂട്ടാണല്ലോ. CO മാത്രമേ ഉള്ളൂ, കാർബണിലാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ കിട്ടും? 1 2 3 4. 2ാമത്തതിൽ കാർബൺ ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ടാൻ 2 ഓൺ. ബ്യൂട്ടാൻ 2 ഓൺ. 4 കാർബൺ വന്നാൽ വേഡ് റൂട്ട് ബ്യൂട്ടാണ്. ബ്യൂട്ടനോൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ പൊസിഷൻ നമ്പർ സൂചിപ്പിക്കാം. 2ാമത്തതാണ് എന്ത്? നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ബ്യൂട്ടാൻ 2 ഓൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബ്യൂട്ടനോൺ എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? അടുത്ത എക്സാമ്പിളിലേക്ക് നോക്കിക്കേ മക്കളെ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്ലോറിനും ബ്രോമിനും മാത്രമല്ലേ ഉള്ളൂ ബ്രാഞ്ച്. ഫങ്ഷണൽ ഗ്രൂപ്പ് വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ കാർബൺ, ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യുന്നത് ഈ കാർബൺ ആണ്. ഇതിന്റെ പൊസിഷൻ നമ്പർ 1 2 3. 1 2 3 4 5. ലീസ്റ്റ് നമ്പർ ഏതാണ്? 3 ആണ്. ഇനി നോക്കിക്കേ, ഈ 3 എന്ന് പറയുന്ന കാർബണിൽ ക്ലോറിനുമുണ്ട്, ബ്രോമിനുമുണ്ട്. 2 പേരും ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അത് എഴുതണം. എങ്ങനെ എഴുതും? 3 ബ്രോമോ. എന്തുകൊണ്ടാണ് ബ്രോമോ ആദ്യം എഴുതിയത്? ആൽഫബറ്റിക് ഓർഡർ. 3 ബ്രോമോ
3 ക്ലോറോ. ഓക്കെ, ആകെ എത്ര കാർബൺ? 1 2 3 4 5 6 7 വന്നാൽ എന്താണ് മക്കളെ? ഹെപ്റ്റൈൻ അല്ലെ? ഹെപ്റ്റൈൻ. ഓക്കെ, 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റൈൻ. ഇങ്ങനെയാണ് ഇതിന് പേരിടേണ്ടത്. ഇതുപോലെയുള്ള എക്സാമ്പിളുകൾ എടുത്തു വെച്ച് പഠിക്കുക. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? അടുത്തത് നമ്മൾ പേര് തന്നിട്ട് അതിന്റെ സ്ട്രക്ചർ എഴുതുന്നത് കൂടെ പഠിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ ഒരെണ്ണത്തിന്റെയും കൂടെ പേരിട്ടതിന് ശേഷം നമുക്ക് പേരിൽ നിന്ന് സ്ട്രക്ചർ കണ്ടുപിടിക്കാം. നോക്കിയ മക്കളെ, ഇതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഇതിന്റെ പേരിടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരെഴുതുമല്ലോ, അതിന് മുൻപായിട്ട് എന്ത് ചേർത്തിരിക്കണം? സൈക്ലോ എന്ന സഫിക്സ് പ്രിഫിക്സ് ചേർത്തിരിക്കണം. ഓക്കെ, പ്രൈമറി പ്രിഫിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. സൈക്ലോ എന്ന പ്രിഫിക്സ് ചേർത്തിരിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമ്പർ ഇട്ട് നോക്കുക. നോക്കിയ മക്കളെ, ഇതിനൊന്ന് കൊടുക്കാം, ഇതിന് ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിനൊന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണാം, ഇങ്ങനെ എണ്ണാം. ഏതാണ് എളുപ്പവഴി എന്ന് വെച്ചാൽ നോക്കുക. ഇപ്പൊ ഇതിനൊന്ന് കൊടുത്തു. ഓക്കെ, ശ്രദ്ധിച്ചോളെ ഞാൻ കണ്ടുപിടിക്കുന്ന രീതി. ഇതിനൊന്ന് കൊടുത്താൽ ഇത് 2, ഇത് 3 ആണേ. ഇനി ബ്രാഞ്ച് ഏതൊക്കെയാണ്? ദാ ഇങ്ങോട്ടൊരു വര സൂചിപ്പിക്കുന്നല്ലോ, അത് മീഥയിലാണ്. ഇങ്ങോട്ട് ഒരു വര സൂചിപ്പിക്കുന്നല്ലോ, അതും മീഥയിലാണ്. ശരിയാണല്ലോ? അപ്പൊ 2 മീഥയിലുണ്ട്, 2 ഒന്നിലാണ്. 1 + 1 + 3 എത്ര കിട്ടും? 5. ശരിയല്ലേ? തിരിച്ച് ഇതിന് 1 കൊടുത്തേ 2, ഇത് 3 വരും. അപ്പൊ എന്തോ സംഭവിക്കും? 1 + 3 + 3 വരും, 7 വരും. ഏതാണ് ചെറുത്? ഏതാണ്? 5 ആണ്. അപ്പോൾ അത് വേണം നമ്മൾ കൊടുക്കുവാനുള്ള പേര്. പിടികിട്ടിയല്ലോ? നമ്പർ ഇടുന്നതാണ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. ഇതിന് 1 കൊടുക്കുക, 2 3. ഓക്കെ, ഇനി എങ്ങനെ എഴുതാം മക്കളെ? ആദ്യം ഇത് ബ്രാഞ്ച് ഈഥയിലാണ്, 2 വരെയുള്ളത് കൊണ്ട് ഈഥയിൽ. 3 ഈഥൈൽ. ഓക്കെ, ഹൈഫൻ 1,1 ഡൈമീഥൈൽ. കണ്ടോ? 3 ഈഥൈൽ 1,1 ഡൈമീഥൈൽ. ഇനി ഇതെന്താണ് സാധനം? എത്ര കാർബൺ ടോട്ടൽ? ഹെക്സൈൻ ആണ്. ഹെക്സൈൻ. ആ ഹെക്സൈന്റെ മുൻപിൽ സൈക്ലോ എന്ന് ചേർക്കുക. സൈക്ലോ ഹെക്സൈൻ. കണ്ടോ? 3 ഈഥൈൽ 1,1 ഡൈമീഥൈൽ സൈക്ലോ ഹെക്സൈൻ. 3 ഈഥൈൽ 1,1 ഡൈമീഥൈൽ സൈക്ലോ ഹെക്സൈൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അതും പഠിച്ചിരിക്കും. ഏതെങ്കിലും ഈ തന്നിരിക്കുന്നതിൽ ഒരെണ്ണം തന്നെ ചോദിച്ചിരിക്കും. ഓക്കെ, അടുത്ത നോക്കിക്കേ. 2,4,7 ട്രൈ. ഫ്രൈ അല്ല, ട്രൈ മീഥൈൽ ഒക്ടൈൻ. പേരാണ് തന്നത്. പേരിൽ നിന്നും നമുക്ക് സ്ട്രക്ചർ കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യണം. ശ്രദ്ധിച്ചോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എഴുതണമെന്ന് നിർബന്ധമില്ല. കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഇവിടുത്തെ വേർഡ് റൂട്ട് എടുക്കണം. ഒക്ട് എന്ന് വെച്ചാൽ എത്ര കാർബൺ ആണ്? 8 കാർബൺ. എയിനാണ് കിടക്കുന്നത്, എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ 8 കാർബൺ സിംഗിൾ ബോണ്ടോട് കൂടി അകത്തി എഴുതുക. 1 2 3 4 5 6 7 8. 8 കാർബൺ നമ്മൾ അകത്തി കൊടുത്തു. ഇനി നമ്മൾ ബ്രാഞ്ച് എടുക്കുക. 2 4 7. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അങ്ങ് എണ്ണുക. എളുപ്പം ഏതാണ്? ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുന്നതായിരിക്കും നല്ലത്. അവിടുന്ന് അങ്ങോട്ട് 2 4 7 ഏത് കൊടുക്കണം? മീഥൈൽ. മീഥൈലിന്റെ സ്ട്രക്ചർ എന്താ? CH3. അപ്പോൾ 2 ഏതാ മക്കളെ? ഇത് 2 അല്ലേ? അതിൽ CH3. 3 4 CH3. 5 6 7 CH3. കണ്ടോ? 3 എണ്ണത്തിൽ CH3യും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? കാർബണിന്റെ വാലൻസി കംപ്ലീറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കൂ. ഇവിടെ ഈ ഒരു കാർബൺ ഉണ്ട്. ഇതിന് ചുറ്റും നിങ്ങൾ നോക്കുക. ഈ വര അതിന്റെ അല്ല, അത് തെറ്റി പോകരുത്. ഓക്കെ, ഈ കാർബണിന് ചുറ്റും നോക്കുമ്പോൾ എത്ര ലൈൻ കാണുന്നു നോക്കുക. 1 ലൈൻ. കാർബണിനാകെ വേണ്ടത് 4 ലൈനാണ്, അല്ലെങ്കിൽ 4 വാലൻസിയാണ് വേണ്ടത്. ഞാൻ ലൈൻ എന്ന് ഉദ്ദേശിച്ചത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. 1 വര. അപ്പോൾ ഇനി 3 വരയും കൂടെ വരണം. എന്ന് വെച്ചാൽ 3 പേരുമായി ബന്ധം വേണം. അപ്പോൾ നിങ്ങൾ H3 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലായോ? എത്ര ലൈൻ ഉണ്ടോ ബാക്കിയുള്ളത് ഹൈഡ്രജൻ കൊടുക്കുക. ഇവിടെ നോക്കിക്കേ 1 2 3, അതുകൊണ്ട് 1 ഹൈഡ്രജൻ. ഇത് നോക്കിക്കേ 1 2, അതുകൊണ്ട് 2 ഹൈഡ്രജൻ. 1 2 3 1 ഹൈഡ്രജൻ. 1 2 2 ഹൈഡ്രജൻ. 1 2 2 ഹൈഡ്രജൻ. 1 2 3 1 ഹൈഡ്രജൻ. 1 ഹൈഡ്രജൻ ഒരു വര മാത്രം CH3. തീർന്നു പരിപാടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് അതിന്റെ പേരിൽ നിന്നും സ്ട്രക്ചർ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഏതാണ്? 2 ക്ലോറോ 4 മീഥൈൽ പെന്റൈൻ. അവിടെയും വേർഡ് റൂട്ട് എടുക്കുക. പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ. ഓക്കെ, 5 കാർബൺ. എവിടെയൊക്കെയാണ് ബ്രാഞ്ച്? 2 ക്ലോറോ 1 2, ഇതിൽ ക്ലോറോ Cl.
4 മീഥൈൽ 3,4 ഇതിൽ CH3 കണ്ട തീർന്നു പരിപാടി. ബാക്കി ഹൈഡ്രജൻ കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ ഒരു വര, അതുകൊണ്ട് 3. ഇവിടെ 1 2 3 1 1 2 2 1 2 3 1 ഇവിടെ 3 കണ്ട തീർന്നു പരിപാടി. ഇതാണ് പേരിൽ നിന്നും സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ മക്കളെ 100% ഉറപ്പാണ്. ഒന്നുകിൽ പേരിൽ നിന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നതിന്റെ പേര് നെയിമിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. അത് ഒന്നിൽ ഒതുങ്ങിയാൽ മാത്രമേ എനിക്ക് അതിശയമുള്ളൂ. 1 2 ചോദ്യങ്ങൾ പേരുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? കൃത്യമായി പഠിക്കുക മക്കളെ. നെയിമിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പേരിൽ നിന്ന് സ്ട്രക്ചർ ചോദിക്കാം, സ്ട്രക്ചറിൽ നിന്ന് പേര് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ കാണാതെ പഠിക്കേണ്ട 2 കാര്യങ്ങളോട് ഞാൻ പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, പല തവണയായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിർത്തിച്ച് പഠിക്കുക. ഇനി നമുക്ക് വിശദീകരിക്കാൻ വയ്യ. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡ്യൂമാസ് മെത്തേഡ്. പഠിക്കാത്തവരെല്ലാം ഇത് പഠിച്ചിട്ടേ പോകാവൂ. അതേപോലെ തന്നെ നിർബന്ധമായും പഠിക്കേണ്ടതാണ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രിസ്റ്റലൈസേഷനും ക്രോമറ്റോഗ്രാഫിയും ഡിസ്റ്റിലേഷനും, ഇത് 3 പഠിച്ചിട്ടേ പോകാവൂ. ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് ക്രോമറ്റോഗ്രാഫി. ഈ 3 കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ. ഡ്യൂമാസ് മെത്തേഡ് മറന്നു പോകരുത്. 99% ചോദിക്കുന്നുണ്ട് മനസ്സ് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഡ്യൂമാസ് മെത്തേഡ് പഠിക്കുക. ദെൻ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് പഠിക്കുക മക്കളെ. അതിൻ്റെ അകത്തൊക്കെ ഇതിന്റെ അകത്തുള്ള പ്രിൻസിപ്പിൾ അതൊക്കെ ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അതൊക്കെ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ എടുത്ത് കാണുക. ഇമ്പോർട്ടന്റ് ആയിട്ട് അത് പഠിച്ചിരിക്കണം. ഇനി ഇതിന്റെ അകത്ത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ ഞാൻ പറയാത്ത 1 2 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എണ്ണമാണ് ഹോമോളിസിസും ഹെറ്ററോളിസിസും. ഏതൊക്കെയാണ്? ഹോമോളിസിസും ഹെറ്ററോളിസിസും നിർബന്ധമായ കാര്യമാണ്. ഹോമോളിസിസും ഹെറ്ററോളിസിസും. എന്താണ് ഹോമോളിസിസ്, എന്താണ് ഹെറ്ററോളിസിസ്? വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ പ്രോഡക്റ്റും കാര്യങ്ങളും മാത്രം അറിഞ്ഞാൽ മതി മക്കളെ. 2 കാർബൺ, ഞാനത് സിമ്പിളായി പറയുന്നു. 2 കാർബണുകൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഈ കാർബണും ഈ കാർബണും ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. 2 പേരും ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. 2 പേരും അവരവരുടെ ഇലക്ട്രോണിനെയും കൊണ്ട് ബോണ്ടിൽ അവർ കൊടുത്തിരുന്ന ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ കാർബൺ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, ഈ കാർബൺ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. ആ തങ്ങൾ കൊടുത്ത ഇലക്ട്രോണിനെ അല്ലെങ്കിൽ സ്വന്തം ഇലക്ട്രോണിനെ തിരിച്ചു വാങ്ങിക്കൊണ്ട് ബന്ധം വിച്ഛേദിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഫിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോളിസിസ് എന്ന് പറയും. എന്താ പറയുന്നത്? ഹോമോളിസിസ്. അവിടെ ഹോമോളിസിസിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേര് പഠിക്കുക. കാർബൺ ഫ്രീ റാഡിക്കൽ. എന്താണ്? കാർബൺ ഫ്രീ റാഡിക്കൽ ആണ് ഹോമോളിസിസിന്റെ പ്രോഡക്റ്റ്. ദെൻ ഹെറ്ററോളിസിസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാവോ? ഇവർ 2 പേരും ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാർബണും കാർബണും ആയിരിക്കത്തില്ല വരുന്നത്. ഇവിടെ വരുന്നത് ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ആയിരിക്കും. ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്. ഇപ്പൊ ഞാൻ തൽക്കാലം കാർബൺ കാർബൺ ബേസ് ചെയ്ത് മാത്രം പറയുന്നു. ഇവർ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു കാർബൺ ഷെയർ ചെയ്ത 2 ഇലക്ട്രോണിനെ സ്വന്തമാക്കി പോകുന്നു. മക്കളെ, ഈ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കാർബണിന്റെയും ഒന്ന് ഈ കാർബണിന്റെയുമാണ്. പക്ഷെ ഇവർ ബന്ധം വിച്ഛേദിച്ചപ്പോൾ ഈ 2 ഇലക്ട്രോണിനെയും ഇവൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ കാർബണിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ദെൻ പോസിറ്റീവ് ചാർജ്. ഈ കാർബണിന് ഒരു ഇലക്ട്രോൺ കൂടുതൽ കിട്ടി, ദെൻ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് കാർബോകാറ്റയോൺ. നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. ഓക്കെ, അപ്പോൾ ഹെറ്ററോളിസിസ് എന്ന് പറഞ്ഞാൽ തുല്യമായിട്ടുള്ള വിഘടനമല്ല. ഓക്കെ, ഒരാൾ ഇലക്ട്രോണിനെ നേടും, ഒരാൾക്ക് ഇലക്ട്രോണിനെ നഷ്ടപ്പെടും. ഇവിടെ കാർബൺ ആണ് 2ഉം വരുന്നതെങ്കിൽ കാർബണിന്റെ ആ പോസിറ്റീവ് അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബോകാറ്റയോൺ, നെഗറ്റീവ് അയോണിനെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. അപ്പോൾ ഹെറ്ററോളിസിസിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാർബോകാറ്റയോണും കാർബാനയോണും. ഹോമോളിസിസിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഫ്രീ റാഡിക്കൽ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഹോമോളിസിസിനെ കുറിച്ചും ഹെറ്ററോളിസിസിനെ കുറിച്ചും എന്തെങ്കിലും എഴുതാൻ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളെങ്കിലും നിർബന്ധമായി എഴുതിയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്റ്റെബിലിറ്റി ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ 100% ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെബിലിറ്റി ചെക്കിംഗ്. നോക്കിക്കൊള്ളുക, എന്താണ് സ്റ്റെബിലിറ്റി ചെക്കിങ്ങിൽ വരുന്നത്? 2 പേരുടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനാണ് നമ്മളോട് ചോദിക്കുന്നത്. ആരൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് കാർബോകാറ്റയോൺ, ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. 2
കാർബാനയോൺ. ഈ രണ്ടുപേരുടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ സഹിതം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന്റെ എങ്ങനെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ശ്രദ്ധിച്ചോണേ മക്കളെ. ഇവിടെ ഞാൻ കുറെ കാർബോ കാറ്റയോൺ എഴുതുകയാണ്. CH3 പ്ലസ് CH3 CH2 പ്ലസ് CH3 ട്വൈസ് CH പ്ലസ് CH3 ത്രൈസ് C പ്ലസ്. 4 എണ്ണം ഞാൻ തന്നു മക്കളെ. ഈ 4 പേരിൽ ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ? അതേപോലെ ഞാൻ കാറ്റയോൺ എഴുതുകയാണ്. CH3 മൈനസ് CH3 CH2 മൈനസ് CH3 ടോയ്സ് CH മൈനസ്. 3 എണ്ണം മതി അവിടെ തൽക്കാലം കിടക്കട്ടെ. ഇത് രണ്ടും നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതലെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചോളണം. കാർബോ കാറ്റയോൺ ആകുമ്പോൾ എന്നാ ഞാൻ പറഞ്ഞത്? കാർബോ കാറ്റയോൺ ആകുമ്പോൾ CH3 ഗ്രൂപ്പുകൾ കൂടുതലുള്ള ആൾക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ. എന്താ ഞാൻ പറഞ്ഞേ? കാർബോ കാറ്റയോൺ ആകുമ്പോൾ CH3 ഗ്രൂപ്പ് കൂടുതൽ ആരോ അവന് സ്റ്റെബിലിറ്റി കൂടുതൽ. അത് നേരെ തിരിച്ചു വരും ആനയോൺ വരുമ്പോൾ. CH3 ഗ്രൂപ്പ് കുറവുള്ള ആൾക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ. സിമ്പിൾ അല്ലേ? ഇവിടെ ആൻസർ ആയി. ഏറ്റവും കൂടുതൽ ഇതാണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം CH3 ട്രൈ C പ്ലസ്, അതിന് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ CH3 ടോയ്സ് CH പ്ലസ്. അത് കഴിഞ്ഞാൽ CH3 CH2 പ്ലസ്. അതും കഴിഞ്ഞാൽ ആർക്കാണ് മക്കളെ? CH3 പ്ലസ്. കണ്ടോ? ഏറ്റവും കൂടുതൽ CH3 ഗ്രൂപ്പ്. CH3 3 ഉണ്ട്, CH3 2 ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളതിന് സ്റ്റെബിലിറ്റി കൂടുതൽ. ഇവിടെ അത് നേരെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ആളിന് കുറവ്, അത് കഴിഞ്ഞാൽ അടുത്ത ആള്. കണ്ടോ? ഇങ്ങനെ പോകും. ഏറ്റവും കൂടുതലുള്ളത് CH3 ഗ്രൂപ്പ്, കുറവുള്ള ആൾക്കാർക്ക് പ്ലസ് അല്ല, ഇവിടെ മൈനസ് ഉള്ള ആൾക്കായിരിക്കും സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ്. പിടികിട്ടിയല്ലോ? അപ്പൊ സ്റ്റെബിലിറ്റി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. അവിടെ പഠിച്ചു വെക്കേണ്ടത് ഇതേ ഉള്ളൂ. കാർബോ കാറ്റയോൺ ആണോ CH3 കൂടുതലുള്ള ആൾക്ക് സ്റ്റെബിലിറ്റി? കാർബാനയോൺ ആണോ CH3 കുറവുള്ള ആൾക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ? ക്ലിയർ ആയല്ലോ? പഠിക്കുക മക്കളെ. നമ്മൾ അടുത്തത് പോകുന്നത് ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഐസോമറിസവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലെ? നമുക്കറിയാം 2 തരത്തിലുള്ള ഐസോമറിസം ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമറിസത്തെ നമ്മൾ 4 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, പൊസിഷൻ ഐസോമറിസം ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ഉണ്ട്, മെറ്റാമറിസം ഉണ്ട്. അതിൽ എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഐസോമറിസമാണ് മെറ്റാമറിസം. ഓക്കെ, മെറ്റാമറിസം നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കണം. മെറ്റാമറിസം. ഓക്കെ, എന്താണ് മെറ്റാമറിസം? അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന ഇത്രയേ ഉള്ളൂ സംഭവം. മെറ്റാമറിസത്തിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒന്നുകിൽ O, അല്ലെങ്കിൽ CO, അല്ലെങ്കിൽ COO. ഇത് ഉപയോഗിച്ചുള്ള ഐസോമറിസമാണ് ഏതെന്ന് പറഞ്ഞാൽ മെറ്റാമറിസം. പഠിച്ചോണം. O, CO, COO. ക്ലിയർ ആയോ മക്കളെ? അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. CH3O CH2 CH3. ഇതിന്റെ ഒരു ഐസോമർ ആണ്. ഇതിന്റെ ഐസോമർ വരത്തില്ല. CH3. ഓക്കെ, CH3 CH2O CH2 CH3. നോക്കിക്കേ, ആകെ കാർബണും ആകെ ഓക്സിജനും എണ്ണിക്കഴിഞ്ഞാൽ 1 2 3 4 കാർബൺ, 1 2 3 4 കാർബൺ. ഹൈഡ്രജൻ കറക്റ്റ് ആയിരിക്കും. ഓക്സിജൻ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു CH3 ഗ്രൂപ്പ്, ഇവിടെ 3 CH ഗ്രൂപ്പ്, ഇവിടെ 2 2. ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലും ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേര് ഡൈവാലന്റ് എന്നാണ്. 2 വാലൻസി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇത് 3. 2 വാലൻസി, 2 സൈഡിലും വാലൻസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൈവാലന്റ് എന്ന് പറയും. ആ ഡൈവാലന്റുകൾക്കുള്ള ഐസോമറിസമാണ് ഏത്? മെറ്റാമറിസം. അപ്പോൾ ഇതിന് 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം വ്യത്യാസപ്പെടും. ക്ലിയർ ആയോ? ഈ പറഞ്ഞതിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം വ്യത്യാസപ്പെട്ടാൽ ദാറ്റ് ഐസോമറിസം ആർ കാൾഡ് മെറ്റാമറിസം. ഇതൊരു എക്സാമ്പിൾ അല്ലേ മക്കളെ? അടുത്ത നോക്കിക്കേ, നമുക്ക് ഇതിന് പകരം ആരെ കൊടുക്കാം? CO കൊടുക്കുക. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമുള്ളത്ര അത്രയും തന്നെ വീതം വെച്ച് ഇവിടെ 2 4 ആകെ 6 വന്നല്ലോ.
3 കൊടുക്കുക. കണ്ടോ, ഇവിടെ CO, CH2, CH2, CH3 ഇതുപോലെ ഐസോമറിസമാണ്. ഇനി ഈ സിഒയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് COO കൊടുക്കാം. ക്ലിയർ ആയല്ലോ? ഈ ഐസോമറിസമാണ് ഏതെന്ന് പറയുന്നത് മെറ്റാമെറിസം എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചറൽ ഐസോമറിസവും ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസവും പിന്നെ പൊസിഷൻ ഐസോമറിസത്തിന്റെയും കൂട്ടു പ്രാധാന്യമുണ്ട്. ഒരുപടി മുൻപിൽ നിൽക്കുന്ന പ്രാധാന്യമുള്ള ഒരു ഐസോമറിസമാണ് മെറ്റാമെറിസം. ക്ലിയർ ആയല്ലോ? അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസത്തിൽ ജോമെട്രിക്കൽ ഐസോമറിസം നമ്മൾ പഠിക്കുന്നുണ്ട്. സ്റ്റീരിയോ ഐസോമറിസത്തിൽ ജോമെട്രിക്കൽ ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ വരുന്ന 2 എണ്ണമാണ് സിസും ട്രാൻസും. തെറ്റിപ്പോകരുത്, സിസും ട്രാൻസും. സിസും ട്രാൻസുമാണ് വളരെ ഇമ്പോർട്ടന്റ്. ഈ 2 ഐസോമറുകളാണ് നമുക്ക് വരേണ്ടത്, സിസ് ആൻഡ് ട്രാൻസ്. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമറിസം സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാത്തിലും ജോമെട്രിക്കൽ ഐസോമറിസം സംഭവിക്കത്തില്ല. 2 കണ്ടീഷനാണ് മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഒന്ന്, ഇതൊരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആയിരിക്കണം. ഡബിൾ ബോണ്ട് മസ്റ്റ് ആണ്. ഡബിൾ ബോണ്ട് വന്നെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ജോമെട്രിക്കൽ ഐസോമറിസം സംഭവിക്കത്തുള്ളൂ. രണ്ടാമത്തെ നിർബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം, ഓക്കെ, ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിന്റെ വാലൻസി ഷുഡ് ബി ഡിഫറന്റ് ആയിരിക്കണം. ഈ കാർബണിന്റെ വാലൻസികൾ പോകുന്നത് 2 വ്യത്യസ്ത ആൾക്കാരിലേക്കായിരിക്കണം. പിടികിട്ടി കാണത്തില്ല, നോക്കിക്കോണം. CH3 CH ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെയാണ് തന്നിരിക്കട്ടെ. ശ്രദ്ധിച്ചേ മക്കളെ, ഇവിടുത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ ഏതാ? ഇതിനെ ഞാനൊന്ന് ഒന്നുകൂടെ സ്ട്രക്ചറൽ ഫോമിലേക്ക് വരച്ച് കാണിക്കാം കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, നോക്കിക്കോ. ഇനി ഇവിടുത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ ഏതാണെന്ന് പറ. ഇതൊരു ഡബിൾ ബോണ്ടഡ് കാർബൺ, ഇതൊരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആണേ. ഈ കാർബണിന്റെ 2 വാലൻസി ഡബിൾ ബോണ്ടിൽ അവസാനിക്കും, അതിന് മാറ്റമില്ല. അത് വിട്, 2 വാലൻസി അങ്ങനെ പോയി. ഇനി ഈ കാർബണിന്റെ 2 വാലൻസി ഉണ്ട്. ഒന്ന് ഈ ഹൈഡ്രജൻ, ഒന്ന് ഈ കാർബൺ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം. ക്ലിയർ ആയോ? ഈ കാർബണിന്റെ 1 വാലൻസി ഹൈഡ്രജനോട് പോയി, 1 വാലൻസി ദാണ്ട് ഈ ഗ്രൂപ്പിനോട് പോയി, CH3 ഗ്രൂപ്പിനോട് പോയി. അപ്പൊ ഡിഫറന്റ് അല്ലേ? ഒരെണ്ണം H പോയി, ഒരെണ്ണം CH3 പോയി, ഡിഫറന്റ് ആണ്. ഇവിടെ നോക്കിക്കേ, ഈ കാർബണിന്റെ 1 വാലൻസി ഹൈഡ്രജന്, അടുത്ത വാലൻസിയും ഹൈഡ്രജന് എന്ന് പറഞ്ഞാൽ ഇത് സെയിം ആറ്റമാ. അങ്ങനെ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. ഈ കാർബണിന്റെ ഡിഫറന്റ് ആയിട്ട് വരണം വാലൻസികൾ. 2 വാലൻസി വ്യത്യസ്തരായ 2 പേരിലേക്ക് പോകണം. പിടികിട്ടിയോ? അപ്പോൾ ഈ കോമ്പൗണ്ടിൽ എന്ത് സംഭവിക്കത്തില്ല? ജോമെട്രിക്കൽ ഐസോമറിസം സംഭവിക്കത്തില്ല. പിടികിട്ടിയല്ലോ? ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, 2 വാലൻസികളും ഡിഫറന്റ് ആയ 2 പേരിലേക്ക് പോകണം. നോക്കിക്കോ, CH3 CH ഡബിൾ ബോണ്ട് CH3. ഇപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ ഏതൊക്കെയാണ്? ഒന്നിത്. ഇതിന്റെ 1 വാലൻസി ഹൈഡ്രജനിലേക്ക് പോയി, 1 വാലൻസി ഹൈഡ്രജനിലേക്ക് പോയി, 1 വാലൻസി CH3യിലേക്ക് പോയി. ഇതിന്റെ 1 വാലൻസി ഹൈഡ്രജനിലേക്ക് പോയി, 1 വാലൻസി CH3യിലേക്ക് പോയി. ഡിഫറന്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ജോമെട്രിക്കൽ ഐസോമറിസം സംഭവിക്കും. ഇനി ഈ ജോമെട്രിക്കൽ ഐസോമറിസം 2 തരത്തിലാണ്, ഒന്ന് സിസും ഒന്ന് ട്രാൻസും. എങ്ങനെയാണ് സിസ് വരയ്ക്കുന്നത് നോക്കിക്കോ. ഈ ഹൈഡ്രജനൊക്കെ ഒഴിവാക്കിയിട്ട് ഡബിൾ ബോണ്ട് മാത്രം വരയ്ക്കുക ആദ്യം. C ഡബിൾ ബോണ്ട് C. ക്ലിയർ ആയല്ലോ? ഇനി ആരൊക്കെ മക്കളെ വാലൻസി പോയിരിക്കുന്നത്? ഒന്നൊരു ഹൈഡ്രജനിലേക്ക്, അത് നിങ്ങൾ ഇങ്ങനെ ഇവിടോട്ട് കൊടുക്കുക. അടുത്തത് ഇങ്ങോട്ടും കൊടുക്കുക, CH3 കൊടുത്തല്ലോ. അടുത്ത കാർബണിന്റെ വാലൻസികളും നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2ഉം ഒരേ സൈഡിൽ കൊടുക്കുക. കണ്ടോ, 2ഉം അഡ്ജസന്റ് സൈഡുകളിൽ. ക്ലിയർ ആയോ? 2ഉം അഡ്ജസന്റ് സൈഡുകളിലാണ് ബ്രാഞ്ചുകൾ വരുന്നതെങ്കിൽ ആ ഐസോമറിസത്തെ വിളിക്കുന്ന പേരാണ് സിസ് ഐസോമർ. അപ്പോൾ ഹൈഡ്രജനും ആയിരിക്കും 2 ഒരേ സൈഡ് വരയ്ക്കുക. ഇനി ഇവന്മാരെ നേരെ അങ്ങ് തിരിച്ചു വരച്ചാൽ, അതായത് കോണോട് കോൺ വന്നാൽ, ഓപ്പോസിറ്റ് ഡയഗണൽ ഷേപ്പിൽ വന്നാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ് ഐസോമർ. അപ്പൊ എങ്ങനെ വരയ്ക്കാം? C ഡബിൾ ബോണ്ട് C. ആദ്യത്തത് നിങ്ങൾ അങ്ങ് വരയ്ക്കുക, CH3. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ സൈഡിലെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതിനെ ഇതിന്റെ ഓപ്പോസിറ്റ് ആക്കുക. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ CH3. കണ്ട, ഇതൊരിക്കലും അഡ്ജസന്റ് സൈഡിൽ വരുന്നില്ല. അങ്ങനെയുള്ള ഐസോമറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? 2 ഐസോമറുകൾ പഠിക്കുക, സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും.
ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് വരാൻ പാടില്ല. കൃത്യമായി ഇത് പഠിച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഈ ചാപ്റ്ററിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരൊറ്റ കാര്യം കൂടെ മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞത്. നിങ്ങളിവിടെ ഒരു 2 ഡെഫിനിഷനും കൂടെ പഠിച്ചിട്ട് പോവുക. ഇലക്ട്രോഫിലിക്കും ന്യൂക്ലിയോഫിലിക്കും അതുകൂടെ പഠിച്ചിട്ട് പോവുക. ഓക്കെ മക്കളെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും അതിന്റെ ഡെഫിനിഷൻ 1-2 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് പഠിച്ചിട്ട് പോവുക. എന്താണ് ഇലക്ട്രോഫൈൽ, എന്താണ് ന്യൂക്ലിയോഫൈൽ? ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, എ റിയേജന്റ് that take away from an electron pair. ഇലക്ട്രോൺ പെയർ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് ഇലക്ട്രോഫൈല്. ബ്രിങ്സ് ആൻ ഇലക്ട്രോൺ പെയർ, ഇലക്ട്രോൺ പെയറിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് ന്യൂക്ലിയോഫൈൽ. കാരണം നമുക്കറിയാം ഇലക്ട്രോഫൈലിന്റെ സിമ്പൽ നമ്മൾ കൊടുക്കുന്നത് E+ എന്നാണ്. E+ എന്ന് വെച്ചാൽ അർത്ഥം ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ടേക്ക് എവേ, ഇലക്ട്രോൺ പെയറിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ ടേക്ക് എവേ കൊടുക്കുക. ന്യൂക്ലിയോഫൈൽ ആകുമ്പോൾ Nu-, എ റിയേജന്റ് ദാറ്റ് ബ്രിങ്സ് ആൻ ഇലക്ട്രോൺ പെയർ, ഇലക്ട്രോൺ പെയറിനെ കൊണ്ടുവരികയാണെങ്കിൽ, ബ്രിങ് ചെയ്യുകയാണെങ്കിൽ അത് ന്യൂക്ലിയോഫൈൽ. അതിന്റെ ഡെഫിനിഷനോടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ വലിയ ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ 100% പറഞ്ഞിട്ടുണ്ട്. എന്റെ മക്കളുമാർ പഠിക്കുക. ഓക്കെ, ബൈ.